ഹായ് എവരിവൺ, വെൽക്കം ടു മോം ലൈഫ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ട്രാവൽ വ്ലോഗായിട്ടാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണ് കേട്ടോ. നാളെ നാട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേയായിട്ട് നമുക്കൊന്ന് ബീച്ച് വരെ പോകാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ പോകുന്നത് ചൂട്ടാട് ബീച്ചിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ചൂട്ടാട് ബീച്ചിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വരുമ്പോൾ തന്നെ കായലാണ് കേട്ടോ കാണുന്നത്. ഇതിന് മുന്നേ വന്നിട്ടുണ്ടെങ്കിലും ഇത്രയും ഇതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അന്ന് ചെറിയ കുഞ്ഞിയൊക്കെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് വന്ന് പോയതാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് കേട്ടോ നമ്മൾ ചൂട്ടാട് ബീച്ച് ഫെസ്റ്റാണെന്ന് അറിയുന്നത്. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. നല്ല കാറ്റുണ്ട്. കടലിലേക്ക് ആരും ഇറങ്ങുന്നൊന്നുമില്ല കേട്ടോ. നല്ല ശക്തമായ തിരമാല അടിക്കുന്നുണ്ട്. നല്ല കാറ്റൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആരും ഇറങ്ങുന്നവരെയൊക്കെ തിരിച്ച് കയറാനായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ കുട്ടികൾ കളിക്കുന്ന പാർക്കിൻ്റെ സെക്ഷനിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ എല്ലാത്തിലും കയറുന്നുണ്ടെങ്കിലും നമ്മൾ പേയ്മെൻറ്റ് ചെയ്യണം കേട്ടോ. പേയ്മെൻറ്റ് ചെയ്ത് ടിക്കറ്റ് എടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കി സെക്ഷനൊന്ന് കാണാനായിട്ട് പോകാൻ കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കഴിക്കാമേ. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇവിടെ ഈ വഴിയൊക്കെ കാണാനായിട്ട് പല ലൈറ്റ്സും ഒക്കെ സെറ്റ് ചെയ്തിട്ട് പച്ച, മഞ്ഞ, നീല നല്ല ഭംഗിയുണ്ട്.
അപ്പോഴാണ് ഞാനവിടെ ഒരു ഊഞ്ഞാൽ കണ്ടത് കേട്ടോ. അപ്പോൾ കുറച്ച് വലിയവർക്കൊക്കെ ആടാൻ പറ്റുന്ന രീതിക്കുള്ളതാണ്. അപ്പോൾ ഞാൻ എന്തായാലും അങ്ങോട്ടേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അവിടെ നിന്ന് ഞങ്ങൾ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാണ്. അപ്പോൾ ഇവിടെ ഒരു 8 മണിയൊക്കെ 8:30 ആകുമ്പോഴത്തേക്കും ക്ലോസ് ചെയ്യും കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ഞങ്ങൾ എല്ലാം കണ്ട് സ്പെൻഡ് ചെയ്തിട്ട് ഇറങ്ങാണ്. അപ്പോൾ ചൂടാട് ബീച്ചിൻ്റെ യാത്ര അടിപൊളിയായിരുന്നു. ഞങ്ങൾ ഒത്തിരി എൻജോയ് ചെയ്തു കേട്ടോ. കുറേ സമയം സ്പെൻഡ് ചെയ്തു. ഇനിയും കുറച്ച് സമയം കൂടിയൊക്കെ നിൽക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഞങ്ങൾ നിന്നിട്ടുണ്ടായിരുന്നേ. അത്രയ്ക്കും മടുപ്പ് തോന്നാതെ കുറേ സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് പറ്റി. എല്ലാവരും ഒത്തിരി ഹാപ്പി ആയിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത് തന്നെ. അപ്പോൾ ഇനി നാളെ നാട്ടിലേക്ക് പോവാണ്. അപ്പോൾ കുറച്ച് സ്നാക്സൊക്കെ ഇവിടെ ഷോപ്പിൽ നിന്ന് മേടിക്കാനുണ്ട്. അപ്പോൾ ഓക്കെ, അത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ.